ഹായ് ഓൾ. അന്നേരം നമ്മൾ ഇന്ന് പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സബ്ജക്റ്റ് അനലോഗ് സർക്യൂട്ട്സ് ആണ്. S4 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പഠിക്കാനുള്ള സബ്ജക്റ്റായിട്ടുള്ള അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് നേരത്തെ 2015 സ്കീമിന് ഉള്ള ഒരു പേപ്പറാണ്. അന്നേരം ഈ സബ്ജക്റ്റിൻ്റെ പേര് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്നായിരുന്നു. EC 205 ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്നായിരുന്നു ആ സമയത്ത് സബ്ജക്റ്റിൻ്റെ പേര്. അന്നേരം സ്കീം മാറിയപ്പോഴത്തേക്കും ഇത് 4th സെമ്മിലോട്ട് മാറി. ഇപ്പോൾ ഇതിൻ്റെ പേരും അവരൊന്ന് മാറ്റിയിട്ടുണ്ട്, അനലോഗ് സർക്യൂട്ട്സ് എന്ന്. സംഭവം നേരത്തെ മറ്റവർ പഠിച്ച ഇലക്ട്രോണിക് സർക്യൂട്ട്സിൻ്റെ ഏതാണ്ട് സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന്. അന്നേരം ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ടും 2 രീതിയിലാണ് ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. 2 പോർഷൻസാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ടും 2 ടോപ്പിക്കാണ് വരുന്നത്. അത് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനെ ഈ രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും, രണ്ടാമത്തത് ട്രാൻസിസ്റ്റർ ബയാസിങ്ങും. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ മെയിനായിട്ടും 2 ടോപ്പിക്സാണുള്ളത്. ഒന്ന് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും, രണ്ടാമത്തത് ട്രാൻസിസ്റ്റർ ബയാസിങ്ങും. ഇന്ന് നമ്മൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ചെറിയ പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പം എന്താണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്? വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്താണ്? നമുക്ക് പല രീതിയിലുള്ള സിഗ്നൽസ് അറിയാം. ഏതൊക്കെയാണ്? ട്രയാങ്കുലർ വേവ് അറിയാം, അതേപോലെ സ്ക്വയർ വേവ് ഫോംസ് അറിയാം. അങ്ങനെയുള്ള പല ഷേപ്പിലുള്ള സിഗ്നൽസിനെ നമുക്കറിയാം. അപ്പം ഈ പല ഷേപ്പിലുള്ള ട്രയാങ്കുലർ വേവോ സ്ക്വയർ വേവോ അങ്ങനെയുള്ള പല വേവ് ഫോംസ്, സ്പൈക്ക് വേവ് ഫോംസ് ഉണ്ട്. ഇതേപോലെയുള്ള പല രീതിയിലുള്ള വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് മെയിനായിട്ടും നമ്മൾ ഇലക്ട്രോണിക് കമ്പോണൻസിനെ 2ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. 2 ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആക്റ്റീവ് കമ്പോണൻ്റ് എന്നും പാസീവ് കമ്പോണൻ്റ് എന്നും. എന്താണ് ആക്റ്റീവ് കമ്പോണൻ്റ്? ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ എന്ന് വെച്ചാൽ ആ കമ്പോണൻറ്റിന് സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ, അതേപോലെ എന്താണ് ഡയോഡ്. ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണ്? ആക്റ്റീവ് കമ്പോണൻറ്റിന് എക്സാമ്പിളാണ്. പാസീവ് കമ്പോണൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പോണൻസിന് എന്തിനുള്ള കഴിവില്ല, ഈ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവില്ല. അങ്ങനെയുള്ളതിനെയാണ് പാസീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. പാസീവ് കമ്പോണൻസിന് എക്സാമ്പിളാണ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? പാസീവ് കമ്പോണൻറ്റിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. അപ്പോൾ ഈ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെയും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അന്നേരം നമുക്ക് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ 2ആയിട്ട് തിരിക്കാം. ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്നും നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്നും. അന്നേരം എന്താണ് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്? അന്നേരം നമ്മൾ ഈ സർക്യൂട്ടിൽ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ വി ആർ യൂസിങ് ഓൺലി ലീനിയർ എലമെൻറ്റ്സ്. എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലീനിയർ എലമെൻറ്റ് മാത്രം യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ലീനിയർ എലമെൻറ്റ്സ്? ലീനിയർ എലമെൻറ്റ്സ് ആർ പാസീവ് എലമെൻറ്റ്സ്. പാസീവ് കമ്പോണൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ലീനിയർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഇതെല്ലാമാണ് പാസീവ് കമ്പോണൻസ്. അത് തന്നെയാണ് ലീനിയർ എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഈ ലീനിയർ എലമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ലീനിയർ സിസ്റ്റം ഈസ് ദാറ്റ് ദ റെസ്പോൺസ് ടു എ സൈനസോയിഡൽ ഇൻപുട്ട് സിഗ്നൽ ഈസ് ഓൾസോ സൈനസോയിഡൽ. അന്നേരം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈനസോയിഡൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്പോൺസ് അതും എന്ത് തന്നെയാണ്? സൈനസോയിഡൽ നേച്ചർ തന്നെയാണ്, വിത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഡിറ്റർമിൻഡ് ബൈ ദ സിസ്റ്റം. ഓക്കെ. അന്നേരം ഈ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻറ്റ് റെസിസ്റ്ററും, ഇൻഡക്ടറും, കപ്പാസിറ്ററൈസുമാണ്. അന്നേരം ഈ 3ൻ്റെയും കൂടെ കോമ്പിനേഷൻസാണ് നമ്മൾ ഏതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.
അന്നേരം അതിന് എക്സാമ്പിൾസാണ് RL സർക്യൂട്ട്സ്, RC സർക്യൂട്ട്സ്, RLC സർക്യൂട്ട്സ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. അന്നേരം നോൺ ലീനിയർ എലമെൻറ്റ്സ് ഇതിനകത്ത് യൂസ് ചെയ്യും. എന്താണ് യൂസ് ചെയ്യുന്നത്? നോൺ ലീനിയർ എലമെൻറ്റ്സ്. നോൺ ലീനിയർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ആക്റ്റീവ് കമ്പോണൻസ് ആണ്. ആ ആക്റ്റീവ് കമ്പോണൻസ് ഇതിനകത്ത് യൂസ് ചെയ്യും. എന്തിൻ്റെ കൂടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ലീനിയർ എലമെൻറ്റ്സിൻ്റെ കൂടെ. അന്നേരം നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനകത്ത് നമ്മൾ നോൺ ലീനിയർ എലമെൻറ്റ്സ് ഇൻ കൺജങ്ഷൻ വിത്ത് അതർ ലീനിയർ എലമെൻറ്റ്സ് ഏതും കൂടെ ചേർത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലീനിയർ എലമെൻറ്റിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ യൂസ് ചെയ്യുന്നുണ്ട്? നോൺ ലീനിയർ എലമെൻറ്റ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അന്നേരം അതിന് എക്സാമ്പിൾസാണ് ഡയോഡ്സ്. ഡയോഡ്സ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യും. ഈ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിന് എക്സാമ്പിളാണ് ക്ലിപ്പർ. ഇനി നിങ്ങൾ പഠിക്കും കേട്ടോ. ക്ലിപ്പേഴ്സ്, അതേപോലെ ക്ലാമ്പർ. ഇത് രണ്ടും എന്തിന് എക്സാമ്പിളാണ്? നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിന് എക്സാമ്പിളാണ്. ഈ രണ്ട് സർക്യൂട്ടിലും നമ്മൾ ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതിൻ്റെ കൂടെ? ഈ കപ്പാസിറ്ററിൻ്റെ അതേപോലെ റെസിസ്റ്ററിൻ്റെയൊക്കെ കൂടെ ഈ രണ്ട് സർക്യൂട്ട്സിലും ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ എന്തുകൂടെ ചേരുന്നു? നോൺ ലീനിയർ എലമെൻറ്റ്സ് ഏതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്? ലീനിയർ കമ്പോണൻറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് RC ഹൈ പാസ്, പിന്നെ രണ്ടാമത്തത് RC ലോ പാസ്. RC ഹൈ പാസ് സർക്യൂട്ടും RC ലോ പാസ് സർക്യൂട്ടുമാണ് നമുക്ക് ഏതിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്? ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ പഠിക്കാനുള്ളത്. അന്നേരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു RC സർക്യൂട്ട് എങ്ങനെ ഹൈ പാസ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും നമുക്കിന്ന് നോക്കാം. അന്നേരം നോക്കേ, ഒരു RC ഹൈ പാസ് സർക്യൂട്ടിൻ്റെ ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. ഹൈ പാസ് RC സർക്യൂട്ടിൽ നമ്മൾ ഒരു കപ്പാസിറ്റർ വേണം, പിന്നെ ഒരു റെസിസ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് എന്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ? പാസീവ് കമ്പോണൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ലീനിയർ എലമെൻറ്റ്സ് മാത്രമേ ഈ ഒരു സർക്യൂട്ടിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഇതെന്താണ്? എക്സാമ്പിളാണ് ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സാണ് നമ്മൾ പഠിക്കുന്നത്. അന്നേരം ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്ററും റെസിസ്റ്ററും. അന്നേരം ഇതിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കപ്പാസിറ്റർ ആദ്യം, രണ്ടാമതാണ് റെസിസ്റ്റർ വരുന്നതെന്നുള്ളത് ഓർത്തിരുന്നോണം. ലോ പാസ് വരുമ്പോൾ ഇത് നേരെ തിരിച്ചു വരും. അതുകൊണ്ടാണ് ഇത് ഓർത്തിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. നമ്മളിതാ ഇവിടെ ഇൻപുട്ട് കൊടുക്കും, Vin. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. വി ഔട്ട്. ഇനി ഇതിലേക്കൂടെ ഒരു കറണ്ട് പോകുന്നുവെന്ന് എടുക്കുന്നു. ആ കറണ്ടാണ് I. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഇതെല്ലാം കോമൺ പോയിൻ്റാണേ, അതുകൊണ്ട് നമുക്കിവിടെ ഒരു ഗ്രൗണ്ടും കൂടെ അങ്ങ് വരയ്ക്കാം. ഇനി ഇതിൻ്റെ വർക്കിംഗ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കപ്പാസിറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ കപ്പാസിറ്ററിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? റിയാക്റ്റൻസ്. അന്നേരം ഒരു കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസിൻ്റെ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് XC കൊണ്ടാണ് ഒരു കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് പോലെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കപ്പാസിറ്റൻസിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മളതിനെ റിയാക്റ്റൻസ് എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് XC എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ്. XC ഈസ് ഈക്വൽ ടു 1/ωc അല്ലെങ്കിൽ 1/jωc. 1/jωc എന്ന് പറയുന്നതാണ് XC. ദാറ്റ് മീൻസ് XC അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. അതെന്താ? 2πf ആണ് അല്ലേ? ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? 2πf എന്ന് നമുക്ക് എഴുതാം. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. സോ നമുക്ക് ഇതിൽ നിന്ന് പറയാം റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അന്നേരം നോക്കേ, നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. അന്നേരം നോക്ക്, ലോ ഫ്രീക്വൻസി കുറവ്. ഫ്രീക്വൻസി കുറവാകുമ്പോൾ റിയാക്റ്റൻസ് എന്തായിരിക്കും? റിയാക്റ്റൻസ് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്? ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അന്നേരം ലോ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസ് മാക്സിമം ആയിരിക്കും അല്ലേ? ലോ ഫ്രീക്വൻസി വരുമ്പോൾ റിയാക്റ്റൻസ് മാക്സിമം.
അന്നേരം എന്താ നോക്കേ, ലോ ഫ്രീക്വൻസിയിൽ ഇവിടുത്തെ റിയാക്റ്റൻസ് എക്സ് സി എന്ന് പറയുന്നത് മാക്സിമം വന്നു അല്ലേ, എന്ന് വെച്ചാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് മാക്സിമം വന്നു. അന്നേരം നമ്മളിവിടെ ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ ഇത് കറണ്ടിനെ പാസ് ചെയ്യുമോ? ഇത് കറണ്ടിനെ പാസ് ചെയ്യല. കറണ്ടിനെ പാസ് ചെയ്യല. അന്നേരം എന്താ, ഈ റെസിസ്റ്ററിലോട്ട് എന്ത് ഫ്ലോ നടക്കത്തില്ല? കറണ്ടിൻ്റെ ഫ്ലോ നടക്കുകയില്ല. ഒന്നുകൂടെ പറയാം, ലോ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസ് മാക്സിമം ആയതുകൊണ്ട് ഈ ഒരു കപ്പാസിറ്റർ എന്തിനെ പാസ് ചെയ്യല? കറണ്ടിനെ പാസ് ചെയ്യല. അന്നേരം ഇത് കറണ്ടിനെ പാസ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും എന്ത് റെഡ്യൂസ് ചെയ്യും? ഈ ഇവിടുത്തെ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന RL കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഏതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്? ഈ RL വരുന്ന കറണ്ട് റെഡ്യൂസ് ചെയ്യും. കറണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും എന്ത് ചെയ്യും? കുറയും. അന്നേരം നമുക്ക് ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറവ് എന്ന് വെച്ചാൽ ഇൻപുട്ടിലുള്ളത് എങ്ങോട്ട് പോകത്തില്ല? ഔട്ട്പുട്ടിലോട്ട് പോകത്തില്ല. എന്ന് വെച്ചാൽ വെരി ലോ ആകുമ്പോഴത്തേക്കും റിയാക്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങ് വളരെ കൂടുതലാകും, ഇൻഫിനിറ്റി ആകും. ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. ഓപ്പൺ സർക്യൂട്ട് എന്ന് വെച്ചാൽ ഒട്ടും കറണ്ടിനെ പാസ് ചെയ്യത്തില്ല. അന്നേരം ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതിലേക്കൂടെ കറണ്ട് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. അന്നേരം നമുക്ക് ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0. ഇൻപുട്ടിൽ കൊടുക്കുന്നതൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല, ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ല. ഇനി അടുത്ത കേസ് നോക്കാം. ഫ്രീക്വൻസി, നമ്മളിവിടുത്തെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തു, ഹൈ ഫ്രീക്വൻസി ആക്കി. ഹൈ ഫ്രീക്വൻസി ആക്കുമ്പോൾ ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ റിയാക്റ്റൻസ്. അന്നേരം റിയാക്റ്റൻസ് എന്ത് ചെയ്തു? റിയാക്റ്റൻസ് കുറഞ്ഞു. റിയാക്റ്റൻസ് കുറയുക എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കുറഞ്ഞു അല്ലേ, വളരെ കുറഞ്ഞു. ഹൈ കൂടുന്നോറും ഇവിടുത്തെ റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. കുറയുന്നതിനനുസരിച്ച് കൂടുതൽ കറണ്ട് ഇതുവഴി പാസ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ I എന്ന് പറയുന്ന ഈ കറണ്ട് എന്താ മാക്സിമം പാസ് ചെയ്യും. കറണ്ട് മാക്സിമം പാസ് ചെയ്യുമ്പം കുറേ കറണ്ട് മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാക്സിമം കറണ്ട് അല്ലേ. ആ മാക്സിമം കറണ്ട് ഔട്ട്പുട്ട് വഴി പാസ് ചെയ്യുമ്പം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്ത് ഔട്ട്പുട്ടിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? VI തന്നെയാണ്. അന്നേരം എന്താ നോക്കേ, ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് കുറവ് എന്ന് വെച്ചാൽ ഇൻപുട്ടിൽ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ഒരേ വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി കുറവാണെങ്കിൽ ലോ ഫ്രീക്വൻസിയിൽ റിയാക്റ്റൻസ് മാക്സിമം, കറണ്ട് മിനിമം, അന്നേരം ഔട്ട്പുട്ട് കുറവ്. എന്ന് വെച്ചാൽ ലോ ഫ്രീക്വൻസിയിൽ അതൊന്നിനെയും ഇൻപുട്ടിനെ പാസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. ഫ്രീക്വൻസി ഹൈ വന്നപ്പോൾ ഇൻപുട്ടിലുള്ളത് നമുക്ക് എവിടെ കിട്ടി? ഔട്ട്പുട്ടിൽ കിട്ടി. അന്നേരം ഹൈ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ വർക്കിംഗ് ഒന്ന് നോക്കാം. കൺസിഡർ ദ സിഗ്നൽ ബി അപ്ലൈഡ് അറ്റ് ദ ഇൻപുട്ട് അറ്റ് വെരി ലോ ഫ്രീക്വൻസി. ഇതാ നോക്കൂ, ഇതാണ് പോയിന്റ് കേട്ടോ. അറ്റ് വെരി ലോ ഫ്രീക്വൻസി ദ റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് വെരി ഹൈ ആൻഡ് ഓൺലി എ സ്മാൾ പോർഷൻ ഓഫ് ഇൻപുട്ട് അപ്പിയർഡ് അറ്റ് ദ ഔട്ട്പുട്ട്. ക്ലിയർ ആയല്ലോ. ഇനി ഇതാ നോക്ക്, ഫ്രീക്വൻസി ഇൻക്രീസ്ഡ് ആസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ഈസ് ഇൻക്രീസ്ഡ്. കണ്ടോ? ഇൻക്രീസ്ഡ്. ദ റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ റെഡ്യൂസസ്. അന്നേരം റിയാക്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ആൻഡ് ഔട്ട്പുട്ട് ബിഗിൻസ് ടു ഇൻക്രീസ്. അന്നേരം എന്ത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അറ്റ് വെരി ഹൈ ഫ്രീക്വൻസി ആകുമ്പം കപ്പാസിറ്റർ എന്തുപോലെ ആക്ട് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. കാരണം വെർച്വലി നമുക്ക് പറയാം കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് 0 എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒട്ടും റെസിസ്റ്റൻസ് ഇല്ല. അന്നേരം ഇൻപുട്ടിലുള്ള കറണ്ട് അതേപോലെ നമുക്ക് ഇവിടെ എങ്ങോട്ട് പാസ് ചെയ്യും? ഔട്ട്പുട്ടിലോട്ട് പാസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് എവിടെ അവൈലബിൾ ആവും? ഔട്ട്പുട്ടിൽ കിട്ടും. അതുകൊണ്ട് നോക്കേ, ഈ ഒരു സർക്യൂട്ട് എന്തുപോലെയാണ് വർക്ക് ചെയ്യുന്നത്? ഹൈ പാസ് ഫിൽറ്റർ. എന്ന് വെച്ചാൽ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ കടത്തിവിടുന്നില്ല, ഔട്ട്പുട്ട് മിനിമം. ഹൈ ഫ്രീക്വൻസി സിഗ്നലിൽ ഇൻപുട്ടിലുള്ളത് ഔട്ട്പുട്ടിൽ കിട്ടുന്നു. എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് മാക്സിമം. അന്നേരം ഇത് ഒരു ഹൈ പാസ് ഫിൽറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്കേ, അന്നേരം നമ്മൾ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുകയാണ്. അന്നേരം ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിനും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി എടുക്കും, വൈ ആക്സിസിൽ നമ്മൾ എന്തെടുക്കും? ഗെയിൻ എടുക്കും. ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണല്ലോ ഗെയിൻ എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഗെയിൻ. ലോ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് മിനിമം അല്ലേ? അന്നേരം ലോ ഫ്രീക്വൻസിയിൽ മിനിമം. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടി വന്നു
അവസാനം ഹൈ ഫ്രീക്വൻസിയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം എത്തി. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അത്രയും വരെ മാക്സിമം ഔട്ട്പുട്ടിൽ കിട്ടാം എന്ന് വെച്ചാൽ വി ഔട്ട് ഇസ് ഈക്വൽ ടു വി ഐ. അന്നേരം ഗെയിൻ ഔട്ട്പുട്ടും ഇൻപുട്ടും ഈക്വൽ ആകുമ്പോൾ വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഐ അല്ലേ ഗെയിൻ. അന്നേരം ഗെയിൻ എന്ന് പറയുന്നത് ഗെയിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഗെയിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. ഇനി ഒരു ടേമും കൂടെയും ഈ ഫ്രീക്വൻസി റെസ്പോൺസ് യൂസ് ചെയ്ത് നമുക്ക് പറയണം. ഫ്രീക്വൻസി റെസ്പോൺസ് യൂസ് ചെയ്ത് പറയുന്ന അടുത്ത ടേമാണ് ഈ ഫിൽറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേം. കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ മാക്സിമം വാല്യൂവിൽ നിന്ന് ഈ ഗെയിൻ മാക്സിമം കിട്ടിയതെന്ന് -3 dB താഴോട്ട് -3 dB ഇവിടെ നിന്ന് ഒരു 3 ഡെസിബൽ 3 dB -3 dB താഴോട്ടെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ പോയിൻറ്റ്. ഇതാണ്ട ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ -3 dB എന്ന് പറയുന്നത് നമ്മൾ മറ്റേ സെമി ലോഗ് ഗ്രാഫ് ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ലാബിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെമി ലോഗ് ഗ്രാഫ് ഷീറ്റിലൊക്കെ വരയ്ക്കുമ്പോൾ ഗെയിൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെസിബലിലാണ്. അതേപോലെ അന്നേരം ഡെസിബലിൽ റെപ്രസെൻ്റ് ചെയ്താൽ മാക്സിമം ഡെസിബലിൽ കിട്ടിയ ഗെയിനിൽ നിന്ന് ഒരു 3 dB താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് a point and the frequency corresponding to that point will be the cutoff frequency. അതാണ് അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പറയാതെയാണെങ്കിൽ ഈ -3 dB എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√2 ടൈംസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഗെയിൻ 1/√2 ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ 3 dB ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേ, ഇതിൻ്റെ ഒരു ഡെറിവേഷനും കൂടെ ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഹൈ പാസിൻ്റെ സർക്യൂട്ട് ഞാനിവിടെ ഒന്ന് വരച്ചിടാം. ഹൈ പാസിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കുക, കപ്പാസിറ്റർ ആദ്യം, പിന്നീടാണ് റെസിസ്റ്റർ. നമ്മളിവിടെ ഇൻപുട്ട് കൊടുത്തു, ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും അല്ലേ? വേണമെങ്കിൽ ഒരു ഗ്രൗണ്ടും കൂടെ വരയ്ക്കാം. എന്നിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അന്നേരം എന്താ നോക്കേ, നമ്മൾ ഓരോരോ ടേമായിട്ട് ഇതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. വി ഔട്ടിനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ വി ഔട്ട് എടുക്കുന്ന ഏതിനെ ക്രോസ് ആണ്? റെസിസ്റ്ററിനെ ക്രോസ് ആണ്. റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അന്നേരം നമുക്ക് വി ഔട്ടിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I × R എന്ന് എഴുതാം. ഇത് സ്മാൾ ഐ കൊണ്ട് ഡിനോട്ട് ചെയ്യണം കേട്ടോ. ഞാനിവിടെ ക്യാപിറ്റലായി പോയി സ്മാൾ ഐ. ഇനി ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഉള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ കറണ്ട് എന്താണ്? ഐ കറണ്ടാണ് ഇത് മൊത്തത്തിൽ പോകുന്നത്. അതുകൊണ്ട് ഐ എന്നെടുക്കാം. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണല്ലോ വോൾട്ടേജ് എന്ന് പറയുന്ന ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ. ആ വോൾട്ടേജ് എവിടെയെല്ലാം ഡെസിബേറ്റ് ആവുന്നു? ഇൻപുട്ട് നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ട് ഇവിടെയും പോകുന്നുണ്ട്. അന്നേരം ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ഈ കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസും അതേപോലെ ഈ ഒരു റെസിസ്റ്റൻസ് വാല്യൂയും കൂടെ ആഡ് ചെയ്യണം. അന്നേരം ശ്രദ്ധിക്കുക, ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ്, ഈ ഒരു പോയിന്റിലാണ്. അന്നേരം നമ്മൾ ഈ ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെയും ഈ ഒരു റെസിസ്റ്ററിന് അക്രോസുമായിട്ട് ഡ്രോപ്പ് ആവുന്നുണ്ട്. അന്നേരം ടോട്ടൽ വി ഐ എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ് പ്ലസ് കറണ്ട് ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 1/jωc പ്ലസ് ഇനി ഈ ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആറ് തന്നെ വി ഐ ഈസ് ഈക്വൽ ടു I × 1/jωc പ്ലസ് R എന്ന് എഴുതാം. ഇനി നമുക്ക് ഗെയിൻ കണ്ടുപിടിക്കാം. ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? വി ഔട്ട് ബൈ വി ഐ ആണ് ഗെയിൻ അല്ലേ? വി ഔട്ട് ബൈ വി ഐ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് I × R ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് I × 1/jωc പ്ലസ് R അല്ലേ? ഐയും ക്യാൻസൽ ആയിപ്പോയി. വി വിൽ ഗെറ്റ് R ഡിവൈഡഡ് ബൈ R പ്ലസ് 1/jωc എന്ന് കിട്ടി. സോ വി വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തറിയാം? ഒമേഗ എന്ന് പറയുന്നത്, ഒമേഗയുടെ വാല്യൂ എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണെന്ന് അറിയാം. അത് നമ്മൾ ഈ ഗെയിനിൻ്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? R ഡിവൈഡഡ് ബൈ R പ്ലസ് 1/2
ജെ ഇൻറ്റു ഒമേഗയ്ക്ക് പകരം 2π എഫ് സി എന്ന് എഴുതാം. ഓക്കെ, 2π എഫ് സി എന്ന് എഴുതാം. ഇനി നോക്ക്, രണ്ടിടത്തുനിന്നും 6 കോമൺ ആയിട്ട് എടുക്കാം. ആർ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 6 കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ എന്ത് എഴുതാം? 1 പ്ലസ് ഇത് 1 ജെ ഇൻറ്റു 2π എഫ് ആർ സി എന്ന് എഴുതാം. 6 ഇൻറ്റു ഇനി ഈ ആറും ക്യാൻസലായി. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ജെ 2π എഫ് ആർ സി എന്ന് എഴുതാം. ഓക്കെ, ബാക്കി ഞാൻ ഇവിടെ എഴുതുകയാണ്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അന്നേരം നമ്മളെ ഇക്വേഷൻ 1 പ്ലസ് 1 ജെ ഇൻറ്റു 2π എഫ് ആർ സി എന്ന് നമുക്ക് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ്? ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? -1 അല്ലേ? അന്നേരം ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? +1 എന്ന് എഴുതാം അല്ലേ? അന്നേരം ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു +1 എന്ന് എഴുതാം. അന്നേരം നമ്മുടെ ഈ ഒരു 1ന് പകരം ഞാനിവിടെ ജെ സ്ക്വയർ എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ ജെ ഇൻറ്റു 2π എഫ് ആർ സി എന്ന് എഴുതി. അന്നേരം ഈ ജെയും ജെ സ്ക്വയറിൻ്റെ ഇതും ക്യാൻസലായിപ്പോയി. വി വിൽ ഗെറ്റ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ജെ ബൈ 2π എഫ് ആർ സി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതാ നോക്കേ, ഇനി ഇതിനെ ഞാൻ ഈ രീതിയിൽ എഴുതുന്നു. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ജെ ഇൻറ്റു F1 ബൈ എഫ്. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ജെ ഇൻറ്റു F1 ബൈ എഫ് എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ F1 എന്ന് പറയുന്നത് എന്തായിരിക്കും? F1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? F1 ഈസ് ഈക്വൽ ടു 1/2π ആർ സി ആയിരിക്കും. ഒന്ന് ഇതിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. F1ന് പകരം 1/2π ആർ സി എഴുതി കഴിഞ്ഞാൽ 1 മൈനസ് ജെ ഇൻറ്റു 1/2π എഫ് ആർ സി എന്ന് നമുക്ക് കിട്ടും. അന്നേരം F1 എന്ന് പറയുന്നത് 1/2π ആർ സി എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഈ F1 എന്ന് പറയുന്നതാണ് അതിൻ്റെ കേസിലുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇതിൻ്റെ കേസിലുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് F1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കിട്ടിയതിൻ്റെ ഇത് നമുക്ക് ഗെയിനിൻ്റെ ഇക്വേഷൻ അല്ലേ കിട്ടിയത്? വി ഔട്ട് ബൈ വി ഐ അല്ലേ കിട്ടിയത്? അതിൻ്റെ മോഡുലസ് എടുക്കാം. മോഡുലസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഐ. എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് കാണുന്നത്? എ പ്ലസ് ഐ ബിയുടെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണല്ലോ, അതല്ലേ മോഡുലസ്. അന്നേരം നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ 1 ഉള്ളൂ. അന്നേരം സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ആണ്. ബിയുടെ സ്ഥാനത്തൊന്നുമില്ല. ഇനി ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ട് ഓഫ് എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? 1. അന്നേരം 1 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ഐ ബിയുടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? F1 ബൈ എഫ്. അന്നേരം നമുക്ക് F1 ബൈ എഫ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ നമുക്ക് മോഡുലസ് ഓഫ് ഗെയിൻ അല്ലെങ്കിൽ ഗെയിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് F1 ബൈ എഫ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, F1 ബൈ എഫ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഇതാ നോക്ക്, നമ്മളെ ഫ്രീക്വൻസിയുടെ വാല്യൂ പല വാല്യൂ ഇടുന്നു. അന്നേരം ആദ്യം എഫിന് 0 ഇട്ടു. എഫിന് 0 ഇടുമ്പോൾ ഗെയിനിൻ്റെ ഇക്വേഷൻ വി ഔട്ട് ബൈ ബി ഐ എന്ന് പറയുന്നത് എന്തെന്ന് വരുമെന്ന് നോക്ക്. എഫിന് 0 ഇടുമ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്തായിപ്പോവും? F1 ഡിവൈഡഡ് ബൈ 0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആയിപ്പോവും. അന്നേരം 1 പ്ലസ് ഇൻഫിനിറ്റി 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് വരും. 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. 1 ബൈ ഇൻഫിനിറ്റി 0 തന്നെയാണ്. ഇനി അടുത്തതാ നോക്കേ, എഫിന് നമ്മൾ അടുത്ത വാല്യൂ ഇട്ട് കൊടുത്തു. എഫിന് F1 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്തു. എഫിന് F1 ആകുമ്പോഴത്തേക്കും മോഡുലസ് ഓഫ് വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുന്നത് നോക്ക്, എഫിന് F1 ഇടുമ്പോൾ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് F1 ബൈ എഫ് ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 1 സ്ക്വയർ അല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് എന്തെന്ന് കിട്ടി? 1 ബൈ റൂട്ട് 2. ഇനി അടുത്ത എഫിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തു. എഫിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തപ്പോൾ
മോഡുലസ് ഓഫ് വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുന്നത് എന്തെന്ന് വന്നു? എഫിന് ഇൻഫിനിറ്റി ആണ് ഇട്ട് കൊടുത്തത്. എഫിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തപ്പോൾ 1/√(1 + F1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയി. അന്നേരം നമുക്ക് ഇക്വേഷൻ 1 എന്ന് കിട്ടി. ഇനി നോക്കേ, നമ്മൾ നേരത്തെ വരച്ചത് ഇതല്ലേ, നമ്മളെ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മളിങ്ങനെ വരച്ചില്ലായിരുന്നോ? അന്നേരം ഇവിടെ എന്താണ് ഫ്രീക്വൻസി എടുത്തു, ഇവിടെ എന്തെടുത്തു? ഗെയിൻ എടുത്തു അല്ലേ? അന്നേരം എന്താ നോക്ക്, എഫിന് 0, 0യിൽ എത്രയാണ് കിട്ടിയത്? 0. എഫിന് 0 ഇട്ട സമയത്ത് നമുക്ക് എന്താ കിട്ടിയത്? 0 വന്നു അല്ലേ? എഫിന് F1 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഇട്ടു, F1 എന്ന് പറയുന്ന വാല്യൂ ഇട്ടു. അന്നേരം F1 ഇടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ ഈ പോയിൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√2. എഫിന് ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആയി. അന്നേരം നമ്മളിത് മാത്തമാറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്തെന്നേ ഉള്ളൂ. അന്നേരം എന്താ നോക്കേ, ഇനി ഈ എഫിനെ F1 ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് 1/√2 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് വാല്യൂ ആണ് അല്ലേ? ഗെയിൻ എന്ന് പറയുന്നത് 1/√2 ആവും. എന്ന് വെച്ചാൽ ഗെയിൻ 1/√2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഔട്ട് ബൈ വി ഇൻ ഇസ് ഈക്വൽ ടു 1/√2 ആണല്ലോ. അന്നേരം വി ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? 1/√2 ടൈംസ് വി ഇൻ ആണ്. എന്ന് വെച്ചാൽ അതാ പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഔട്ട്പുട്ട് ഈസ് 1/√2 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് ആവും. ആ ഒരു ഫ്രീക്വൻസിയാണ് എന്തെന്ന് പറയുന്നത്? ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഒരു ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇതിനെ വിളിക്കുന്ന വേറൊരു പേര്, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ലോവർ 3 dB ഫ്രീക്വൻസി എന്നും പറയും. ആ F1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. F1ൻ്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ F1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? 1/2πRC ആണ്. ഓക്കെ, അന്നേരം ഇതാണ് ഒരു ഹൈ പാസ് ഫിൽറ്റർ, ഹൈ പാസ് RC സർക്യൂട്ടിൻ്റെ വർക്കിംഗ്. അന്നേരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ രണ്ടായിട്ട് തിരിച്ചു. ലീനിയർ എന്നും നോൺ ലീനിയർ എന്നും. ലീനിയറിനകത്ത് വരുന്നതാണ് RL സർക്യൂട്ട്, RC സർക്യൂട്ട്സ്, RLC സർക്യൂട്ട്സ്. നമുക്ക് സിലബസിനകത്ത് RC സർക്യൂട്ട്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി അടുത്ത നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിന് എക്സാമ്പിൾസ് ആണ് ക്ലിപ്പേഴ്സും ക്ലാമ്പേഴ്സും. അത് നമ്മൾ ഇനി പിന്നീട് പഠിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RC സർക്യൂട്ട്സിലെ ഹൈ പാസ് RC സർക്യൂട്ടാണ്. അന്നേരം ഹൈ പാസ് RC സർക്യൂട്ടിൽ എങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് ഹൈ പാസ് ഫിൽറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ചു. ഫ്രീക്വൻസി റെസ്പോൺസ് വരച്ചതിന് ശേഷം നമ്മൾ അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, ഗെയിനിനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്, അത് നമുക്ക് എങ്ങനെ ഫ്രീക്വൻസി റെസ്പോൺസിലോട്ട് മാപ്പ് ചെയ്യാം എന്നുള്ള കാര്യവും പഠിച്ചു. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ലെക്ചറുമായി കാണാം. See you.